ഹേ ഗൈസ്, പൊളിക്കാനും പൊളിച്ചടിക്കാനും എം കെ ആക്കേണ്ട പുതിയ വീഡിയോയിലേക്ക് എല്ലാ ചങ്ങമ്മച്ചന്മാർക്കും ഒരിക്കലും കൂടി സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മളതിൽ മുന്നേ സമ്പാദ്യമെല്ലാം പോയി ഗൈസ്. അങ്ങനെ നമ്മൾ പിച്ചക്കാരനായിരിക്കുകയാണ് ഗൈസ്. ആകെ കയ്യിലൊരു 8 രൂപ വെച്ച് പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇപ്പോൾ 8 രൂപയെ കയ്യിലുള്ളൂ. എൻ്റെ വീടും ചുറ്റേക്ക് ഗൈസ് ഭയങ്കര വേജാറിലാണ് ഗൈസ് ഉള്ളത്. ആകെയുള്ള കോണസഡിയാണ് ഗൈസ് ഞാനിട്ടിരിക്കുന്നത്. ഈ ചട്ടിൻ്റെ ഉള്ളിൽ വേറെന്തും ഇടാനില്ല. ചേട്ടന്മാരെ സഹായിക്കണം. ഒന്ന് എണിച്ച് പോടാ, ഞാനെന്നെ പിച്ചെടുക്കാൻ പയ്യായിട്ടുണ്ട്. എന്താ പറയാ, അയാളിട്ട ബർബുഡ നമ്മിട്ട കോണസഡി. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ ഉറച്ച തീരുമാനം എടുത്തിരിക്കുകയാണ്. പാർക്കിംഗ് ആക്കിയ വണ്ടി എങ്ങനെയെങ്കിലും കട്ടിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കണോ ഗൈസ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് അടിച്ചിട്ടില്ല, സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അടിക്കുക ഗൈസ്. അപ്പോൾ നമുക്ക് 1K അടിക്കാൻ ഇനി അത്രയൊന്നും ഇല്ല ഗൈസ്. 1K അടിക്കാനാകെ 300 സബ്സ്ക്രൈബേഴ്സ് മതി. അപ്പോൾ ഗൈസ്, എല്ലാവരും സബ്സ്ക്രൈബ് അടിക്കുക, അത്രയും എനിക്ക് പറയാനുള്ളൂ. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, എത്രയും പെട്ടെന്ന് തന്നെ 1K അടിപ്പിക്കുക ഗൈസ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഇത്രയും സപ്പോർട്ട് കൊണ്ടാണ് ഇത്രയും എത്തിയത്. അപ്പോൾ ഗൈസ്, ഇനിയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഘട്ടത്തിലേക്ക് പോകാം ഗൈസ്. അവിടെ ഒരു കാർ പാർക്കിംഗ് കാണുന്നുണ്ടല്ലോ, ആടത്തേക്ക് പോയിട്ട് ആ കാറിനൊന്ന് കക്കണം ഗൈസ്. അപ്പോൾ അറിയാത്ത മാതിരി നമുക്ക് പോകണം. എന്തിനാ വണ്ടീൻ്റെ അടുത്ത് നിനക്ക് കാര്യോ? ഹിഹേ ചേട്ടാ, ഇത് നമ്മളെ വണ്ടി തന്നെ, പേടിക്കണ്ട. അപ്പോൾ ഗൈസ്, ഇത് അറിഞ്ഞിട്ടാന്ന് തോന്നുന്നു അവർക്ക്. ഓ ഗൈസ്, ചാവി ഇതിൽ തന്നെ ഉണ്ട് ഗൈസ്. ഓ എന്തോ ഭാഗ്യത്തിന് ചാവി ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഗൈസ്, ഈ വണ്ടി നേരെ വർക്ക്ഷോപ്പിലേക്ക് വിടണം ഗൈസ്. അവിടെ ദാസപ്പനുണ്ട്. ആ ദാസപ്പനാണ് നമ്മൾ ഈ കാർ വിൽക്കേണ്ടത്. ഒരു 10,000-20,000 കിട്ടുമെന്ന് തോന്നുന്നു ഗൈസ് കാർ വിറ്റാൽ. അപ്പോൾ ഗൈസ്, നമ്മളിലുള്ള ക്യാഷ് ബാലൻസ് എങ്ങനെയെങ്കിലും 10 മില്യൺ ആക്കണം ഗൈസ്. 10 മില്യനാണ് ടാർഗറ്റ് ഗൈസ്. അപ്പോൾ ഇതുപോലുള്ള സ്റ്റോറി മോഡ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. നമുക്ക് പെട്ടെന്ന് സ്റ്റോറി മോഡ് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക, ആ കണ്ടന്റ് ഞാൻ ചെയ്ത് കാണിക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ കാർ വിറ്റിട്ടായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ വർക്ക്ഷോപ്പിൽ നിന്ന് ഇങ്ങോട്ട് ഓടി വന്നതാണ് ഗൈസ്. ഇവിടെ ഒരു കാർ പാർക്കിംഗ് ഉണ്ട് ഈ എയർപോർട്ടിൻ്റെ അടുത്ത്. ഈ കാർ പാർക്കിങ്ങിൽ നിന്ന് ഒരു കാർ നമുക്ക് കക്കണം. അത് രണ്ടാമത്തെ പ്ലാൻ. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ ആ കാറിൻ്റെ അടുത്ത് പോകണം. അതേ കാണുന്ന ആ ദൂരം കാണുന്ന ആ കാർ തന്നെയാണ് ഗൈസ്. അടുത്ത് പോലീസെല്ലാം ഉണ്ട്, എന്താണെന്ന് അറിയില്ല. ആ ചോന്ന കാർ നമുക്ക് എടുക്കണം ഗൈസ്. ചോന്ന നല്ലൊരു എമൗണ്ട് തന്നെ കിട്ടും ഗൈസ്. അപ്പോൾ ഗൈസ്, നമുക്ക് 3-4 സ്ഥലം അറിയാം ഇങ്ങനെ കാർ വിൽക്കേണ്ടത്. നമുക്കറിയുന്ന ആൾ തന്നെ ഗൈസ്. അതിൽ ഒരാൾക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞു, ഇനി കുറച്ചാളുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മളെ സുഗുണൻ ചേട്ടനെ കൊടുക്കുക ഈ കാറ്. ഈ കൂട്ടത്തിൽ സുഗുണൻ ചേട്ടൻ മാത്രമേ കൂടുതൽ റേറ്റ് ആയിട്ട് കിട്ടൂ. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നമ്മളതിലുള്ളത് 2,50,008 ഗൈസ്. അപ്പോൾ ഗൈസ്, ഈ പൈസ ഉണ്ടാക്കിയിട്ട് നമ്മൾ ആദ്യത്തെ പ്ലാൻ എന്ന് പറഞ്ഞെങ്കിൽ കുറച്ച് ഡ്രസ്സ് മേടിച്ചിട്ടുണ്ട് ഗൈസ്. ഇല്ലെങ്കിൽ കോണ സണ്ടിയിൽ നടക്കാൻ കഴിയുന്നില്ല. എന്തിനാ നീ കോൺസേർട്ട് ഇരുന്ന് നടക്കുന്നത് സിറ്റിയിൽ? സാറേ, നമ്മൾ പിച്ചക്കാരനാണ് സാറേ, കുറച്ച് സഹകരിക്കണം. നിൻ്റെ എത്ര രൂപ ഉണ്ട് ഇപ്പോൾ? എൻ്റെ 200 രൂപ ഉണ്ട് സാറേ ഇപ്പോൾ. ആ പൈസ ഡ്രസ്സ് മേടിച്ചിട്ടില്ല, എന്നിട്ട് പിച്ചെടുക്കാൻ നോക്ക്. ഓ ശരി സാറേ. അപ്പോൾ ഗൈസ്, നമ്മളോട് ഈ സാറ് പറഞ്ഞത് പിച്ചെടുക്കാനാണ്. ഒരു പൈസ സഹായിക്കില്ല നാറി സാറ്. അപ്പോൾ ഗൈസ്, രണ്ടാമത്തെ കാർ കുറച്ച് ഡിഫിക്കൽട്ടാണ്. സ്ക്രൂ ഡ്രൈവർ ഉണ്ട് നമ്മളിൽ, അതിൽ സ്റ്റാർട്ടാക്കാം. സ്റ്റാർട്ടായി ഗൈസ്. ഇനി നമുക്ക് നേരെ സുഗുണൻ്റെ അടുത്ത് പോവാം, സുഗുണൻ ചേട്ടൻ്റെ അടുത്ത് പോവാം ഗൈസ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്താൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഗൈസ്, അപ്പോൾ ഈ കാറ് സുഗുണൻ ചേട്ടന് വിറ്റിട്ട് തരാം ഗൈസ്. ഈ ഭാഗത്ത് പോകുമ്പോൾ നല്ല വ്യൂ ആണ്. മാർക്ക് ചേട്ടാ. അപ്പോൾ ഗൈസ്, എൻ്റെ അറിവിൽ ഇവിടെ പാർക്കിംഗ് ജാഗ ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഒരാളുടെ നിന്ന് തട്ടി മാറ്റാം. ബാക്കിലൊരു നല്ല കാർ ഇരിപ്പുണ്ട്. അപ്പോൾ ആ കാർ കൊടുക്കേണ്ടത് നമ്മളെ ബെല്ലാസ് ഗ്യാങ്ങിനാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ ഈ വണ്ടി ബെല്ലാസ് ഗ്യാങ്ങിന് കൊടുക്കാം. ഏട്ടാ സഹകരിക്കണം. മോനെ നേരെ പറയാൻ പഠിക്ക്, സഹകരിക്കണം. അപ്പോൾ ഏട്ടാ സഹകരിക്കണം. ഓക്കേ. അപ്പോൾ ഏട്ടൻ നമ്മളോട് സഹകരിച്ചിട്ടുണ്ട്. കാറെടുക്കുന്ന കൂസലില്ല, പഠിപ്പിക്കാൻ വരും. ബെല്ലാസ് ഗ്യാങ് പെട്രോൾ പമ്പിൻ്റെ അവിടെ നിൽക്കാന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നേരെ പെട്രോൾ പമ്പിലേക്ക് പോവാം. ബെല്ലാസ് ഗ്യാങ് കാറ് കുറച്ച് പൊളിഞ്ഞിട്ടുണ്ട്, ശരിയാക്കി എടുത്തോ. നോക്കാ വലിയ ബിസി ഒന്നും വേണ്ട, പൈസ എടുക്ക്.
അപ്പോൾ ഗൈസ് നമ്മളുടെ ബാങ്ക് ബാലൻസ് കൂടുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഒരു 10 മില്യന് ജാസ്തി കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ഡ്രസ്സ് മാറ്റിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ കുളിച്ച് കുട്ടപ്പനായി നല്ല ഡ്രസ്സ് ഇട്ട് നടക്കുകയാണ് ഗൈസ്. ഇനി ഗൈസ് ജപ്തി ചെയ്ത വീടും കൂടി തിരിച്ചെടുക്കണം ഗൈസ്. അപ്പോൾ ജപ്തി ചെയ്ത വീട് തിരിച്ചെടുക്കാൻ രണ്ടാമത്തെ പാർട്ടിൽ വരും ഗൈസ്. മസ്റ്റായി വാച്ച് ചെയ്യുക. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം സപ്പോർട്ടാകുക. ഒരു 1K അടുപ്പിക്കുക ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഇനിയും കാണാം. അതുവരെയും ബൈ.